ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 27-ാം സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറയുന്നു: യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ ഇടറി വീഴും. ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദിനോട് നമുക്ക് ചോദിക്കാം: ദാവീദേ, എങ്ങനെയാണ് ഇത്ര ഉറപ്പോടെ പറയുന്നത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല? എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. ദാവീദിന് ഉറപ്പായും പറയുവാൻ കഴിയും: അവിടുന്ന് എൻ്റെ വെളിച്ചമായി, അവിടുന്ന് എൻ്റെ രക്ഷയായി, എന്നോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും? പ്രിയമുള്ളവരെ, കർത്താവ് നമ്മുടെ വെളിച്ചമായി, കർത്താവ് നമ്മുടെ രക്ഷയായി നമ്മളോട് കൂടെയുണ്ടെങ്കിൽ, കഥ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയിരിക്കാം, നിങ്ങളോട് കൂടെയിരിക്കാം. അതുകൊണ്ട് വെളിച്ചമായ കർത്താവിലേക്ക് നമുക്ക് ലയിക്കാം. നമ്മളും വെളിച്ചമായി മാറും. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്, തണ്ടിന്മേൽ ശോഭിക്കുന്ന വെളിച്ചമായി, അനേകർക്ക് പ്രകാശമായി, അനേകർക്ക് വെളിച്ചം പകരുന്നവരായി തീരുവാൻ ഇടയായിത്തീരും. കർത്താവിൽ നമ്മൾ ലയിച്ചാൽ നമ്മളും പ്രകാശമായി മാറും. അതുകൊണ്ട് ദാവീദ് ഉറപ്പായും പറയുന്നു: അവിടുന്ന് എൻ്റെ വെളിച്ചമാണ്, അവിടുന്ന് എൻ്റെ രക്ഷയാണ്. അതുകൊണ്ട് ഞാൻ ആരെ ഭയപ്പെടും? നമുക്കും ദാവീദിനോട് ചേർന്ന് പറയാം: അവിടുന്ന് എൻ്റെ വെളിച്ചമാണ്, അവിടുന്ന് എൻ്റെ സഹായമാണ്. ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ പകൽ മേഘസ്തംഭമായി, രാത്രി അഗ്നിസ്തംഭമായി അവരോട് കൂടെയിരുന്ന് മേഘത്തിന് തണലേകി അവരെ സ്വാന്തനമായി നടത്തിയ ഒരു ദൈവം. നമ്മയും നടത്തുവാൻ അവിടുന്ന് ശക്തനാണ്, അവിടുന്ന് മതിയായവനാണ്. അവിടുന്ന് നമ്മെ ജീവപര്യന്തം വഴി നടത്തുന്ന ദൈവമാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട രാജകീയ പുരോഹിത വർഗമാണ്. അതുകൊണ്ട് ഒരിക്കൽ പാപാന്തകാര കുഴി അതിൽ കിടന്നവരായിരുന്ന നമ്മെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തവരാണ്. പുൽപ്പുറത്തിൽ നിന്ന്, വനാന്തരങ്ങളിൽ നിന്ന് ദാവീദിനെ തിരഞ്ഞെടുത്ത ഒരു ദൈവം. ഞാൻ പുൽപ്പുറങ്ങളിൽ നിന്ന് അവനെ തിരഞ്ഞെടുത്തു. ദാവീദിനോട് കൂടെ ഉണ്ടായിരുന്ന ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് രാജകീയ സിംഹാസനം വരെ ദാവീദിനെ ഉയർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിഞ്ഞു. അവിടുന്ന് നമ്മളോട് കൂടെയുണ്ടെങ്കിൽ, അവിടുന്ന് നമ്മുടെ ദുർഗമായി, അവിടുന്ന് നമ്മുടെ വെളിച്ചമായി, അവിടുന്ന് നമ്മുടെ രക്ഷയായി നമ്മളോട് കൂടെയുണ്ടെങ്കിൽ നമ്മൾ ആരെ ഭയപ്പെടാനാ? അവിടുന്ന് എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? വൈരികളുടെ ബാഹുല്യം, വൈരികളുടെ ശക്തി, വൈരികളുടെ സാന്നിധ്യം എത്രയുണ്ടെങ്കിലും, കടിച്ചു കീറുവാൻ വന്നാലും എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും, എന്നോട് അടുക്കുമ്പോൾ അവർ ഇടറി വീഴും. ദാവീദ് ഇത്ര ഉറപ്പായി പറയുകയാണ്: എൻ്റെ ശത്രുക്കളും എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ എന്നോട് അടുക്കുമ്പോൾ അവരിടറി വീഴും. 37-ാം സങ്കീർത്തനത്തിന് 39-ാമത്തെ വാക്യം പറയുന്നു: നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നമ്മുടെ രക്ഷ നമ്മുടെ കർത്താവ്, അത്യുന്നതനായ ദൈവമാണ്, അത്യുന്നതൻ്റെ മറവ്,
സർവശക്തൻ്റെ നിഴലിൻ കീഴ്, അത്യുന്നതൻ്റെ മറവിൽ സർവശക്തൻ്റെ നിഴലിൻ കീഴിൽ നിന്ന് ഒരു കുഞ്ഞിനും നമ്മളെ തൊടുവാൻ കഴിയത്തില്ല. ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്നു, ആരുമില്ല എനിക്കൊരു ദോഷം ചെയ്യുവാൻ. ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലിരിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്ക് അവൻ്റെ ഉള്ളം കയ്യിലേക്ക് മറയാം. അവിടുത്തെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നമ്മെ മറയ്ക്കുന്ന ദൈവമാണ്. അവിടുത്തെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് മറയ്ക്കുന്ന ദൈവമാണ്. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ ദുർഗമായി വെളിപ്പെടുന്നു. കഷ്ടകാലത്ത് നമ്മുടെ ദുർഗമായി, നമുക്ക് സംരക്ഷണമായി വെളിപ്പെടുന്ന ഒരു ദൈവമുണ്ട്. നീയോ യഹോവയെ എനിക്ക് ചുറ്റും പരിചയം, എൻ്റെ പലകയും എൻ്റെ തല ഉയർത്തുന്നവനുമാണ്. നമ്മുടെ തലയെ ഉയർത്തുന്ന ദൈവം നമുക്ക് ചുറ്റും പരിചയമായി, നമുക്ക് ചുറ്റും രക്ഷയായി. അവിടുന്ന് നമ്മളോട് കൂടെയുണ്ട്. ശത്രുക്കളുടെ മുൻപിൽ നമ്മൾ തോറ്റുപോകത്തില്ല. ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് നമുക്ക് മേശയൊരുക്കുന്ന ദൈവമാണ്. ശത്രുക്കൾ കാണുക അവിടുന്ന് നമുക്ക് വിരുന്നൊരുക്കുന്ന ദൈവമാണ്. എൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. എൻ്റെ തലയെ ഉയർത്തുന്ന ദൈവമാണ്. നീതിമാന്മാരുടെ രക്ഷ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. അവിടുന്ന് നമ്മുടെ രക്ഷയായി, നമ്മുടെ വെളിച്ചമായി, നമ്മുടെ സങ്കേതമായി. അവിടുന്ന് നമ്മളോട് കൂടെയുണ്ട്. അവിടുന്ന് നമ്മുടെ ദുർഗമായി വെളിപ്പെടുന്നു. യഹോവ അവരെ സഹായിച്ച് വിടുവിക്കുന്നു. നമ്മെ സഹായിച്ച് വിടുവിക്കുന്ന ഒരു ദൈവം. ഓ ഗോഡ്, നമ്മെ സഹായിച്ച് വിടുവിക്കുന്ന ഒരു ദൈവം. എത്ര നല്ലവനായ ഒരു ദൈവം. ഞാൻ അവൻ്റെ ഉള്ളം കയ്യിലിരിക്കുന്നു, ആരുമില്ല എനിക്കൊരു ദോഷം ചെയ്യുവാൻ. നമ്മെ വിടുവിച്ച് സഹായിക്കുന്ന ഒരു ദൈവം. യഹോവ അവരെ വിടുവിച്ച് സംരക്ഷിക്കുന്നു. അവനിൽ ആശ്രയിക്കൊണ്ട് അവനവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ച് രക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അവനിൽ ആശ്രയിക്കൊണ്ട് അവനവരെ ദുഷ്ടന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നു. നമ്മെ വിടുവിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, ഒരു സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കും. എൻ്റെ വൈരികളും ശത്രുക്കളുമായ ദുഷ്കർമ്മികൾ എൻ്റെ മാംസം തിന്നുവാൻ, എന്നെ കടിച്ചു കീറുവാൻ എന്നോട് അടുക്കുമ്പോൾ അവരിടറി വീഴും. കാരണം സർവശക്തനായ ദൈവം നമ്മെ വിടുവിച്ച് നമ്മെ പരിപാലിക്കുന്ന ഒരു ദൈവം. അതുകൊണ്ട് ദാവീദ് പറയുകയാണ്, ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു. ഒരൊറ്റ കാര്യമേ അപേക്ഷിക്കുന്നുള്ളൂ. ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെയാണ് എൻ്റെ ആഗ്രഹം. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടുന്നതിന് തന്നെ. ദാവീദിൻ്റെ ആഗ്രഹം യഹോവയുടെ മനോഹരത്വം ഒന്ന് കാണണം. യോഹന്നാൻ പത്മോസിൻ്റെ ഏകാന്തതയിൽ കണ്ടതുപോലെ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി, ഹിമം പോലെ വെളുത്ത മുടിയുള്ളവനായി, 7 നക്ഷത്രങ്ങളെ വലങ്കരങ്ങളിൽ പിടിച്ചവൻ, ലോഡിന് സദൃശമായ പാദങ്ങളുള്ളവൻ. ഓ ഗോഡ്, എത്ര വലിയ മനോഹരമായ ഒരു കാഴ്ചയാണ്. ആ മനോഹാരിത കണ്ടവര്, അവനെ രുചിച്ചറിഞ്ഞവര്, യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുകയും അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. അവൻ്റെ ഈ പ്രഭാതത്തിൽ അവൻ നല്ലവനെന്ന് രുചിച്ചറിയുവാൻ, അവൻ്റെ മനോഹാരിതയൊന്ന് കാണുവാൻ, ദാവീദ് പറയുന്നത് പോലെ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കുവാൻ, യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടുന്നതിന് തന്നെ. എത്ര കാലം? എൻ്റെ ആയുഷ്കാലമൊക്കെയും അവൻ്റെ മനോഹാരിത കാണുവാൻ. അവൻ്റെ മനോഹാരിത കണ്ടവർ ഈ ലോകത്തിൻ്റെ
മനോഹാരിത ഒന്നുമല്ല, അതെല്ലാം ചപ്പന്നും ചവറുന്നും എണ്ണുന്നു. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എൻ്റെ പിമ്പിലുള്ളതെല്ലാം മറന്ന് എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന പരമവിളിയുടെ ലാക്കിലേക്ക് ഞാൻ ഓടുകയാണ്. എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന ആ പരമവിളിയുടെ ലാക്കിലേക്ക് നമുക്ക് ഓടാം. അങ്ങും ഇങ്ങും നോക്കിയാൽ നമ്മൾ പിൻപിൽ പോയിരുന്നു, ഭംഗമില്ലാതെ ഓടിയാൽ കിരീടം പ്രാപിക്കും. നമ്മൾ അവിടെയും ഇവിടെയും നോക്കിയാൽ നമ്മൾ പിൻപിൽ പോയിടും. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകർ, ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കം. അതുകൊണ്ട് സകല ഭാരവും മുറുകപ്പറ്റുന്ന പാപവും വിട്ട് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കിക്കൊണ്ട് നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടാം. ഒരു ഊണിനു വേണ്ടി ജ്യേഷ്ഠാവകാശം വിറ്റുകളഞ്ഞ അഭക്തനായ യേശാവിനെ പോലെ നമ്മളായിത്തീരാതെ, പാളയത്തിനപ്പുറത്ത് നമുക്ക് വേണ്ടി കഷ്ടമേറ്റ ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് നമുക്ക് മുന്നേറാം. ഫറവോന്റെ പുത്രിയുടെ മകനെന്ന് വിളിക്കപ്പെടുന്നതിലും തൻ്റെ ജനത്തോടുകൂടി കഷ്ടം തിരഞ്ഞെടുത്ത മോശയെ നോക്ക്. വേണമെങ്കിൽ തനിക്കൊരു ഫറവോനായി അവിടെ കഴിയാമായിരുന്നു. എന്നാൽ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിക്കൊണ്ട്, മിസ്രൈമിലെ നിക്ഷേപങ്ങളെ ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് താൻ ക്രിസ്തുവിന് വേണ്ടി നിന്നതുകൊണ്ട് ഇന്നും ചരിത്രത്തിൽ മോശ തിളങ്ങി നിൽക്കുന്നു. അതുകൊണ്ട് കർത്താവിന് വേണ്ടി നിന്നു കഴിഞ്ഞാൽ കർത്താവ് നമ്മെ മാനിക്കുന്ന ദൈവമാണ്, കർത്താവ് നമ്മെ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. അതുകൊണ്ട് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും, പാറമേൽ എന്നെ ഉയർത്തും. അനർത്ഥത്തിൽ അവിടുന്ന് നമ്മെ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവമാണ്. എന്നെ ഒളിപ്പിക്കേണ്ടുന്ന സ്ഥാനത്ത് അവിടുന്ന് ഒളിപ്പിക്കും, എന്നെ മറയ്ക്കേണ്ടുന്ന സ്ഥാനത്ത് അവിടുന്ന് എന്നെ മറയ്ക്കും, എന്നെ ഉയർത്തേണ്ടുന്ന സ്ഥാനത്ത് അവിടുന്ന് എന്നെ ഉയർത്തും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഈ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും. എൻ്റെ ശത്രുക്കൾ കാണുക അവിടുന്ന് വിരുന്നൊരുക്കുന്ന ദൈവം, എൻ്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്ന ദൈവം. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ചുറ്റുമുള്ള ശത്രുക്കളുടെ മേൽ എൻ്റെ തല ഉയർത്തും. നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ നമുക്ക് മേശയൊരുക്കുന്ന ദൈവം. ഞാൻ അവൻ്റെ കൂടാരത്തിൽ ജയഘോഷയാഗങ്ങളെ അർപ്പിക്കും. ഞാൻ യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. നമുക്ക് പാടി കീർത്തനം ചെയ്യാം. ഹൃദയംഗമായി നമുക്ക് അവൻ്റെ സന്നിധിയിൽ കുമ്പിടാം. ആത്മാർത്ഥമായി നമുക്ക് അവനെ സേവിക്കാം. യോശുവ പറഞ്ഞു, ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. നമുക്കവനെ സേവിക്കാം, നമുക്കവനെ സേവിക്കാം. അവിടുന്ന് നമ്മുടെ വെളിച്ചമായി, അവിടുന്ന് നമ്മുടെ രക്ഷയായി നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ആരെയും ഭയപ്പെടും. അവിടുന്ന് നമുക്ക് വെളിച്ചമായി, രക്ഷയായി നമ്മളോട് കൂടെയുണ്ട്. അതുകൊണ്ട് നമുക്ക് ജയഘോഷയാഗങ്ങളെ അർപ്പിക്കാം. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷങ്ങളുണ്ട്. നമ്മുടെ കൂടാരങ്ങളിൽ നിന്ന് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഘോഷങ്ങൾ മുഴങ്ങട്ടെ. നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തിയെല്ലാം. അവൻ്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവൻ്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ അടുത്തു വരാം. സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നമുക്ക് സ്തുതി സ്തോത്രങ്ങളോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലാം. നമ്മുടെ സ്തുതി സ്തോത്രങ്ങളിൽ യഹോവ പ്രസാദിക്കട്ടെ. ഒരുവൻ്റെ വഴിയിൽ യഹോവയ്ക്ക് പ്രസാദം തോന്നിയാൽ അവൻ്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ യാത്രകളെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ തലമുറകളെ പരിപാലിക്കുന്ന ദൈവം, നമുക്കുള്ളതിനെ പരിപാലിക്കുന്ന ദൈവം, നമ്മുടെ തലമുറകളെ കാത്തു സൂക്ഷിക്കുന്ന ദൈവം, അവരുടെ യാത്രകളിൽ പരിപാലിക്കുന്ന ദൈവം,
നമ്മുടെ കണ്ണുകളെത്തപ്പെടാത്ത സ്ഥാനത്ത്, നമ്മുടെ കൈകളെത്തപ്പെടാത്ത സ്ഥാനത്ത് അവിടുത്തെ പരിപാലനം നമ്മുടെ തലമുറകളോട് കൂടെയുണ്ട്. അവിടുന്ന് നമ്മുടെ തലമുറകളുടെ വെളിച്ചമായി, രക്ഷയായി അവരോട് കൂടെ ഇരിക്കട്ടെ. അവരുടെയും രക്ഷയായി കൂടെ ഇരിക്കട്ടെ. നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യഹോവയ്ക്ക് പാടി കീർത്തനം ചെയ്യും. നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ നിന്ന് ജയത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും കോശങ്ങൾ മുഴങ്ങട്ടെ. ഘോഷിപ്പീൻ, ഘോഷിപ്പീൻ, കർത്താവിൻ ജയത്തെ ഘോഷിപ്പീൻ. അതുകൊണ്ട് നമുക്കൊരുമിച്ച് കർത്താവിനെ ഉയർത്താം, അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്താം. അവിടുന്ന് ആരിലും വലിയവൻ, അവിടുന്ന് ആരിലും ഉന്നതൻ. ആ ഉന്നതനായ കർത്താവിൻ്റെ ചിറകിൻ്റെ മറവിൽ നമുക്ക് മറയാം. അവിടെ നമുക്ക് സമാധാനമുണ്ട്, അവിടെ നമുക്ക് സ്വസ്ഥതയുണ്ട്, അവിടെ നമുക്ക് സംരക്ഷണമുണ്ട്, അവിടെ കരുതലുണ്ട്, അവിടെ സ്വാന്തനമുണ്ട്. അതുകൊണ്ട് നമുക്ക് പാടി കർത്താവിന് കീർത്തനം ചെയ്യാം. God bless you. God bless you. God bless you.